ഇന്നലെയാണ് കേരളത്തിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടക്കം കുറിച്ചത്. ഇതിനു പിന്നാലെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള ഏറ്റുമുട്ടലും തുടങ്ങി. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ ഡെപ്യൂട്ടേഷനിൽ വിട്ടുനൽകിയ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുപ്പ് കഴിയും വരെ മറ്റു ചുമതലകളിൽ നിയോഗിക്കാൻ പാടില്ല എന്നാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം. BLOമാരായി നിയോഗിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരെ മറ്റു ചുമതലകൾ ഏൽപ്പിക്കരുത് എന്ന് ഉത്തരവിറക്കുകയും ചെയ്തു. ഇത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള പരസ്യപ്പോരിന് വഴിതെളിക്കുന്നു. 25,000-ലധികം BLOമാരിൽ 40% പേരെയാണ് SIRമായി ബന്ധപ്പെട്ട ജോലികൾക്ക് നിയോഗിച്ചിരിക്കുന്നത്. ഇവരെ പിൻവലിക്കേണ്ടി വന്നാൽ SIRമായി ബന്ധപ്പെട്ട എന്യൂമറേഷൻ ജോലികൾ നേരത്തെ നിശ്ചയിച്ചതുപോലെ ഡിസംബർ 4-നകം പൂർത്തിയാക്കാനാകില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജോലികളും SIRമായി ബന്ധപ്പെട്ട ജോലികളും ചെയ്യേണ്ടത് ഒരേ ഉദ്യോഗസ്ഥരാണ്. തദ്ദേശ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരെയാണ് സംസ്ഥാന സർക്കാർ ഡെപ്യൂട്ടേഷനിൽ തിരഞ്ഞെടുപ്പ് ജോലികൾക്കായി വിട്ടു നൽകിയിരിക്കുന്നത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും നിലപാടുകളിൽ ഉറച്ചുനിന്നാൽ ഒന്നുകിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനെയോ അല്ലെങ്കിൽ SIRനെയോ ഇത് പ്രതികൂലമായി ബാധിക്കും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.